എൻ്റെ മനസ്സിൽ അമ്മയിൽ നിന്നുണ്ടായ വേദനകളുടെയും അതുപോലെ തന്നെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെയും അങ്ങനെയുള്ള പല പല ഒരു നീറുന്ന അനുഭവങ്ങൾ, ആ ഒരു മനസ്സിൻ്റെ ഭാരമെല്ലാം അന്ന് കണ്ണുനീരായിട്ട് അമ്മയുടെ മുമ്പിൽ ഒഴുക്കി കളഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ഷമയുടെ ആവശ്യം, ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യം, എന്തിന് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കൃപകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരുടെയും കുടുംബജീവിതം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം അപ്പനോടും അമ്മയോടൊക്കെ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയൊരു വിള്ളൽ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട്. നമുക്ക് പലരോടും ക്ഷമിക്കാനുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബുക്കിൽ ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് വ്യക്തികൾ എല്ലാം കൂടി ഉൾപ്പെടെ ഒരു 3-4 പേജ് നിറയുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ 500 പേര്, ചിലപ്പോൾ 100 പേരുണ്ടാവും. അങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾ ഉൾപ്പെടെ, അതുപോലെ വ്യക്തികൾ, ഓർമ്മ വെച്ച കാലം മുതൽ വേദനിപ്പിച്ച സഹപാഠികൾ, കുടുംബത്തിലുള്ളവർ, അധ്യാപകർ, അനേകരോട് ക്ഷമിക്കാൻ ഉള്ളതായിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഈശോയുടെ സന്നിധിയിൽ ആ ബുക്കിൽ അവരുടെയൊക്കെ പേരുകൾ എഴുതി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ, ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥനകളും യാചനകളും നടത്തിയാലും അവയ്ക്കൊന്നും ഒരു ഫലമില്ലാതെ പോകും. പറഞ്ഞു മനസ്സിലായോ? അവയൊക്കെയും അടുപ്പിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകിന് തുല്യമായ ഒരവസ്ഥയിലേക്ക് പോകും. അത് കത്തിയല്ല, നനഞ്ഞ വിറക് കത്തുപോകും. ഈ ക്ഷമിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതമല്ല, ഈ നനഞ്ഞ വിറകിന് തുല്യമാണ്. നമ്മൾ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു, വിറക് എടുത്തു വെച്ച് കത്തിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചു. ഈ വിറക് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ, കത്തുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കത്തുന്നില്ല. ഇങ്ങനെ ആ വിറക് കത്തുന്നതിന് പകരം പുകഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ നമുക്ക് ആ അരിയിട്ട് അത് ചോറാക്കി വേവിച്ച് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമിക്കാത്തവന്റെ പ്രാർത്ഥന ഇതിന് തുല്യമാണ്. ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം, ആ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നനഞ്ഞ വിറകിന് തുല്യമായ ഒരു അവസ്ഥയാണ്. ഒരു പ്രയോജനവും.